പതിറ്റാണ്ടുകളായി പിണറായി വിജയന്റെ ഗൺമാനായ അനിൽകുമാറും സുരക്ഷാ സേനയിലുണ്ടായിരുന്ന സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവരാണ് കേസിലെ പ്രതികൾ. അനിലിന്റെയും സന്ദീപിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ആലപ്പുഴ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇരുവർക്കുമെതിരെ നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തീർപ്പാക്കിയത്. ഇതിനു പിന്നാലെയാണ് അതേ കുറ്റം ചുമത്തിയിട്ടുള്ള അരുണും വിപിനും ഷൈജുവും മുൻകൂർ ജാമ്യം തേടിയത്. 5 പേർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും. ആദ്യ അന്വേഷണ സംഘം പലതവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരും ആലപ്പുഴയ്ക്ക് എത്തിയില്ല. ജോലി തിരക്കിലാണെന്നായിരുന്നു മറുപടി. ആഭ്യന്തരമന്ത്രിയുടെ അംഗരക്ഷകരുടെ മൊഴി ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തി രേഖപ്പെടുത്തി. കാലം മാറി ഭരണവും. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കേസ് അട്ടിമറിച്ചതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റവർ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സമീപിക്കും. നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസ് MLAയ്ക്കുമാണ് മർദ്ദനമേറ്റത്. ഇരുവരെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ നിയന്ത്രിച്ച ശേഷമാണ് അംഗരക്ഷകർ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വളഞ്ഞിട്ടടിച്ചത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.